പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും +1 അക്കൗണ്ടൻസി ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ചരക്ക് സേവന നികുതി എന്നുള്ളതാണ്. ഒരു രാജ്യം ഒരു നികുതി എന്ന ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2017 ജൂലൈ 1 ഇന്ത്യ ഗവൺമെൻറ് പ്രയോഗത്തിൽ കൊണ്ടുവന്ന പുതിയ നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി, GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞാൽ അതിന് മലയാളം ചരക്ക് സേവന നികുതി, ചുരുക്കി നമ്മൾ GST എന്ന് പറയും. GST എന്താണെന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ഓൺ കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിന്മേലുള്ള ലക്ഷ്യസ്ഥാന നികുതിയാണ് GST. ഇറ്റ് ഈസ് പ്രൊപ്പോസ്ഡ് ടു ബി ലെവീഡ് അറ്റ് ആൾ സ്റ്റേജസ് ഫ്രം മാനുഫാക്ചർ ടു ഫൈനൽ കൺസംഷൻ. ഈ നികുതി ഒരു സാധനം ഉണ്ടാക്കുന്നത് മുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് വരെ മുതൽ അത് ഉപയോഗിക്കുന്നവരെ, അന്തിമ ഉപയോഗം വരെ ഈടാക്കുന്ന, എല്ലാ ഘട്ടങ്ങളിലും ഈടാക്കുന്ന ഒരു നികുതിയാണ് GST. പക്ഷേ മുൻപടച്ച ഓരോ ഘട്ടങ്ങളിലും നികുതി ഈടാക്കുമ്പോൾ അതിൻ്റെ മുമ്പ് അടച്ച നികുതി അതിൽ കുറവ് വരുത്തും. ഈ രീതിയിൽ ഗവൺമെൻറ് ഈടാക്കുന്ന നികുതി സമ്പ്രദായമാണ് GST, ചരക്ക് സേവന നികുതി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതിന് ഒരു ഉദാഹരണം, 1000 രൂപയുടെ ഒരു ബാഗ്, 1000 രൂപയുടെ ബാഗുകൾ ഒരു കമ്പനി ഉണ്ടാക്കി. എന്നിട്ടത് ഈ കമ്പനി 1000 രൂപയുടെ ബാഗുകൾ മൊത്ത കച്ചവടക്കാർക്ക്, ഹോൾസെയിലേഴ്സിന് വിൽക്കുന്നു. 1000 രൂപക്ക് വിൽക്കുന്നു. 1000 രൂപക്ക് വിൽക്കുമ്പോൾ GST, ചരക്ക് സേവന നികുതി, ഗവൺമെൻറ് ഈടാക്കുന്ന GST ബാഗുകൾക്ക് 10% വിചാരിക്കുക. എങ്കിൽ 1000 രൂപയുടെ 10% 100 രൂപ. ഈ 100 രൂപ GST ഗവൺമെൻറ്റിലേക്ക്, ഈ ബാഗ് നിർമ്മാതാവ് ഗവൺമെൻറ്റിലേക്ക് അടക്കണം. 100 രൂപ നികുതി അടക്കണം. ഈ ഹോൾസെയിലേഴ്സ് 1000 + 100 ടാക്സും GSTയും 1000 + 100 1100 രൂപക്കാണ് അപ്പോൾ ഹോൾസെയിലേഴ്സ് ഈ ബാഗ് വാങ്ങുന്നത്. ഈ ബാഗ് ഹോൾസെയിലേഴ്സ്, മൊത്ത കച്ചവടക്കാർ റീറ്റെയിലേഴ്സിന്, ചില്ലറ കച്ചവടക്കാർക്ക് വിൽക്കുന്നു. അപ്പോൾ ഹോൾസെയിലേഴ്സ് അത് ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് ആകർഷകമായൊരു പാക്കിംഗ് ഒക്കെ വരുത്തിയിട്ട് അത് 1200 രൂപ വരെ ഇട്ട്, അവരുടെ ലാഭം കൂടി ഇട്ട് 1200 രൂപക്കാണ് ചില്ലറ കച്ചവടക്കാർക്ക് വിൽക്കുന്നതെന്ന് വിചാരിക്കാം. എങ്കിൽ 1200 രൂപയുടെ 10% GST എന്ന് പറയുന്നത് 120 രൂപ. ഈ 120 രൂപ ഹോൾസെയിലേഴ്സ് GST ആയിട്ട് ഗവൺമെൻറ് അടക്കണം. അപ്പോൾ GST ഹോൾസെയിലേഴ്സ് 120 രൂപ അടക്കുമ്പോൾ ആദ്യം 100 രൂപ നികുതി അതിൻ്റെ മുകളിൽ അടച്ചിട്ടുണ്ട്, ആ ബാഗിൻ്റെ മുകളിൽ. ആ 100 രൂപ എന്ത് ചെയ്യുന്നു, ഈ 120ൽ നിന്ന് കുറച്ച് ബാക്കി 20 രൂപ ഗവൺമെൻറ്റിന് അടച്ചാൽ മതി. ഇങ്ങനെ ഒരു സാധനം ഉൽപ്പാദിപ്പിച്ച് അത് അവസാന ഉപഭോക്താവ്, അത് ഉപയോഗിക്കുന്ന ആളടുത്ത് എത്തുന്നവരെ, കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് എത്തുന്നത് വരെ എല്ലാ ഘട്ടങ്ങളിലും ഗവൺമെൻറ് GST ഈടാക്കുന്നു. എന്നാൽ മുമ്പടച്ച GST തുക കുറക്കാൻ പറ്റും. ഈ രീതിയിലാണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഗവൺമെൻറ് ഈടാക്കുന്നത്. The concept of destination-based tax on consumption implies that the tax should accrue to the taxing authority which has jurisdiction over the price of consumption. എന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്യസ്ഥാന നികുതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഉപഭോഗത്തിന്മേലുള്ള ലക്ഷ്യസ്ഥാന നികുതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപഭോഗ സ്ഥലത്തിൻ്റെ പരിധിയിൽ വരുന്ന നികുതി അധികാരികൾക്കാണ് നികുതി ലഭിക്കേണ്ടത് എന്നാണ്.
എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സാധനം കൺസ്യൂമേഴ്സ് വാങ്ങുന്ന ഉപഭോക്താക്കൾ വാങ്ങുന്ന സ്ഥലത്ത് ആ സ്ഥലത്തെ നികുതി അധികാരികൾക്കാണ് നികുതി ലഭിക്കേണ്ടത്. ഇപ്പോൾ സാധനങ്ങൾ വാങ്ങുന്നത് കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ നികുതി അധികാരികൾക്കാണ് ഈ പിന്നെ GST ലഭിക്കേണ്ടത്. ഇതാണ് ഈ ലക്ഷ്യസ്ഥാന നികുതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവിടെയാണോ സാധനങ്ങൾ വാങ്ങുന്നത് ആ സ്ഥലത്തെ നികുതി അധികാരികൾക്കാണ് നികുതി കൊടുക്കേണ്ടത്. ഇതാണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. ലക്ഷ്യസ്ഥാന നികുതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഏത് സ്ഥലത്താണോ പിന്നെ ഇതിൻ്റെ ഉപഭോഗം അഥവാ ഇത് വാങ്ങുന്നത്, അന്തിമമായിട്ട് കൺസ്യൂമേഴ്സ് വാങ്ങുന്നത്, ഉപഭോക്താക്കൾ വാങ്ങുന്നത്, ആ സ്ഥലത്തുള്ള നികുതി അധികാരികൾക്കാണ് ഈ GST ലഭിക്കേണ്ടത്. അതാണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി GST, 2 തരം GST നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. GST 2 തരം തരത്തിലുണ്ട്. ഒന്ന് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, ഒരു സംസ്ഥാനത്തിനുള്ളിലുള്ള വിൽപ്പന. സംസ്ഥാനത്തിനുള്ളിലുള്ള വിൽപ്പനയും വിതരണവുമാണെങ്കിൽ അവിടെ CGSTയും, CGST പറഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, SGST നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ സെൻട്രൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേന്ദ്ര സർക്കാർ, സ്റ്റേറ്റ് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് കിട്ടേണ്ട നികുതിയാണ് CGST. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കിട്ടേണ്ട നികുതിയാണ് SGST. ഇപ്പോൾ ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ പഞ്ചാബിലെ രമേശ് എന്ന ഇടപാടുകാരൻ പഞ്ചാബിൽ തന്നെയുള്ള സീമയ്ക്ക് 10,000 രൂപയുടെ ചരക്കുകൾ വിൽക്കുന്നു. ഇവയുടെ ചരക്ക് സേവന നികുതി 18% എന്ന് പറഞ്ഞാൽ GST 18% 9% CGSTയും കേന്ദ്ര നികുതിയും 9% SGSTയുമാണ്, സംസ്ഥാന നികുതിയുമാണ്. എന്ന് പറഞ്ഞാൽ ആകെ നികുതി വരുമാനം 10,000 രൂപയുടെ 18% എന്ന് പറയുന്നത് 1,800 രൂപ. അതിൽ 900 രൂപ കേന്ദ്ര ഗവൺമെൻറ്റും 900 രൂപ സംസ്ഥാന ഗവൺമെൻറ്, ഇവിടെ പഞ്ചാബാണ്, പഞ്ചാബ് ഗവൺമെൻറ്റിനും വരുമാനമായി ലഭിക്കും. ഇതാണ് GSTയുടെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിനുള്ളിൽ തന്നെയുള്ള സപ്ലൈ ആണെങ്കിൽ, ഉള്ളിൽ തന്നെയാണ് വിൽപ്പന നടക്കുന്നതെങ്കിൽ ഈ രീതിയിലാണ് നികുതി ഈടാക്കുന്നത്. ഇനി ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ നിങ്ങൾ സ്ക്രീനിൽ ഈ ഡയഗ്രാം കാണുന്നുണ്ടാകും. ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ 2 സംസ്ഥാനങ്ങൾ തമ്മിൽ വിൽപ്പന നടക്കുകയാണ്. അപ്പോൾ 2 സംസ്ഥാനങ്ങൾ തമ്മിൽ വിൽപ്പന നടക്കുമ്പോൾ IGST എന്ന നികുതിയാണ് ഈടാക്കുന്നത്. ഇൻറ്റിഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞാൽ സംയുക്ത ചരക്ക് സേവന നികുതി എന്നാണ്. സംയുക്ത ചരക്ക് സേവന നികുതി എന്ന് പറയുന്നത് ഇവിടെ പിരിച്ചെടുക്കുന്ന IGST എന്ന് പറഞ്ഞാൽ ഈ സംയുക്ത ചരക്ക് സേവന നികുതി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ വീതിച്ചെടുക്കുന്നു. ഇവിടെ ഈ IGST ഈടാക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ പോലെ രമേശ് എന്ന ഇടപാടുകാരൻ 1,00,000 രൂപയുടെ സാധനങ്ങൾ രാജസ്ഥാനിലുള്ള ആനന്ദിന് വിൽക്കുന്നു. ഇവിടെ നികുതി നിരക്ക് 18% 9% കേന്ദ്ര നികുതിയും 9% സംസ്ഥാന നികുതിയുമാണ്. ഇവിടെ ഇടപാടുകാരൻ ഈടാക്കുന്ന 18,000 രൂപ ഇടപാടുകാരൻ ഈടാക്കുന്ന 18,000 രൂപ IGST സംയുക്ത ചരക്ക് സേവന നികുതി കേന്ദ്ര സർക്കാരിലേക്കാണ് പോകുന്നത്. കേന്ദ്രം അത് സംസ്ഥാനത്തിന് വീതിച്ചു കൊടുക്കും. ഈ രീതിയിലാണ് IGST ഈടാക്കുന്നത്. അപ്പോൾ GST എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. ഒന്ന് സംസ്ഥാനത്ത് അകത്തടക്കുന്ന കച്ചവടം. സംസ്ഥാനത്ത് അകത്തടക്കുന്ന കച്ചവടത്തിൽ 2 തരം നികുതികളാണ് ഈടാക്കുക. ഒന്ന് CGST അഥവാ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്ന GST. രണ്ടാമത്തേത് SGST അഥവാ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈടാക്കുന്ന GST. ഈ 2 നികുതികളും ഒരുമിച്ച് ആണ്
ഈടാക്കുന്നത്. ഈ വിൽപ്പന നടക്കുമ്പോൾ ഒരുമിച്ചാണ് ഈ ഇടപാടുകാരൻ ഈടാക്കുക. ഇനി ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ളതാണെന്നുണ്ടെങ്കിൽ IGST ആണ് ഈടാക്കുക. അത് കേന്ദ്ര ഗവൺമെൻറ്റിലേക്കാണ് പോവുക. അത് സംസ്ഥാനങ്ങൾ ഗവൺമെൻറ്റും പകുതിയും കേന്ദ്ര ഗവൺമെൻറ് പകുതിയും എന്നുള്ള നിരക്കിൽ ആണ് ഇത് ഈടാക്കുന്നത്. പക്ഷേ ഇത് പോകുന്നത് സംയുക്ത ചരക്ക് സേവന നികുതി പോകുന്നത് കേന്ദ്ര സർക്കാരിലേക്കാണ്. ഇനി CGST എന്താണെന്നുള്ളത് വിശദീകരിച്ച് പറയുന്നുണ്ട്. CGST ഈസ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ടാക്സസ് കളക്റ്റഡ് അണ്ടർ CGST വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ദ റവന്യൂസ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. ഈ CGSTയിലൂടെ ഈടാക്കുന്ന നികുതി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനമാണ്. The present central taxes like central excise duty, additional excise duty, special excise duty, central sale tax, ഇങ്ങനെ ഒരുപാട് നികുതികൾ ഗവൺമെൻറ് ഈടാക്കിയിരുന്നു, കേന്ദ്ര ഗവൺമെൻറ്. ഇത് സബ്സ്യൂംഡ് അണ്ടർ CGST. ഇതൊക്കെ ഒന്നായി മാറി ഇപ്പോൾ ഒരൊറ്റ നികുതിയേ ഉള്ളൂ. ഇപ്പോൾ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, പിന്നെ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി, സെൻട്രൽ സെയിൽ ടാക്സ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് നികുതിയുടെ മുകളിൽ നികുതി ഈടാക്കുന്ന ഒരു സമ്പ്രദായപ്പല്ല, ഒരൊറ്റ നികുതിയുള്ളൂ. GST എന്ന് പറയുന്ന CGST അഥവാ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന ഒരു നികുതി ഇപ്പോൾ ഉള്ളൂ. പിന്നീട് SGST നമ്മൾ നേരത്തെ പറഞ്ഞു, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, സംസ്ഥാന ചരക്ക് സേവന നികുതി. SGST ഈസ് ദ റവന്യൂ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇത് SGST എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നികുതി വരുമാനമാണ്. ഇതിൽ സ്റ്റേറ്റ് ടാക്സസ് ലൈക്ക് മുമ്പ് സംസ്ഥാന സർക്കാർ പിരിച്ചിരുന്ന ടാക്സുകൾ, വാറ്റ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് അഥവാ വിനോദ നികുതി, ലക്ഷറി ടാക്സ് അഥവാ ആഡംബര നികുതി, എൻട്രി ടാക്സ് അഥവാ പ്രവേശന നികുതി തുടങ്ങിയ എല്ലാ നികുതികളും എന്ത് ചെയ്തു? SGSTയിൽ മെർജ് ചെയ്തു, SGSTയിൽ ലയിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ മുകളിൽ, ഒരു പ്രോഡക്റ്റിൻ്റെ മുകളിൽ ലക്ഷറി ടാക്സ്, എൻട്രി ടാക്സ്, വാറ്റ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എന്നിട്ട് ഒരുപാട് നികുതികൾ ചുമത്തുന്ന സമ്പ്രദായമല്ല, ഒറ്റ നികുതിയുള്ളൂ. SGST എന്ന് പറയുന്ന ഒറ്റ നികുതിയെ ഈടാക്കുന്നുള്ളൂ. ഈ SGST എന്ന് പറയുന്നത് സ്റ്റേറ്റ് എന്നാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കാണ് ഇതിൻ്റെ വരുമാനം പോകുന്നത്. IGST എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അത് റവന്യൂ കളക്റ്റഡ് അണ്ടർ IGSTs ഡിവൈഡഡ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആസ് പെർ ദ റേറ്റ് സ്പെസിഫൈഡ് ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ് പറയുന്ന കണക്ക് പ്രകാരം സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും വീതിച്ചെടുക്കും ഈ IGST, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ സംയുക്ത ചരക്ക് സേവന നികുതി. IGST is charged on transfer of goods and services from one state to another. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് സാധനങ്ങളും സേവനങ്ങളും വിൽപ്പന നടത്തുമ്പോഴാണ് IGST ഈടാക്കുന്നത്. സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ CGSTയും IGSTയും അല്ല SGSTയും. എന്നാൽ 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള വിൽപ്പനയും ആണെങ്കിൽ അവിടെ IGST ആണ് ഈടാക്കുക. ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ആൾസോ കവേർഡ് അണ്ടർ IGST. സാധനങ്ങളും സേവനങ്ങളൊക്കെ വിദേശങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണെങ്കിലും അവിടെ ഈടാക്കുന്ന നികുതി IGST എന്ന് പറയുന്ന നികുതിയാണ്. അപ്പോൾ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കച്ചവടവും പിന്നെ വിദേശങ്ങളിൽ നിന്ന് വരുന്ന ഇറക്കുമതിയും IGSTയുടെ പരിധിയിലാണ് വരുന്നത്. ഇനി GSTയുടെ ചരക്ക് സേവന നികുതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ്. കോമൺ ലോ ആൻഡ് പ്രൊസീജിയർ ത്രൂ ഔട്ട് ദ കൺട്രി. ഒറ്റ ഭരണത്തിൻ കീഴിൽ രാജ്യത്തുടനീളം GSTക്ക് ഒരു പൊതുവായ നിയമവും നടപടിക്രമവുമാണ് ഉള്ളത്. ഒരു പൊതുവായ നിയമം, കോമൺ ലോ, പൊതുവായ നിയമവും നടപടിക്രമവുമാണ് രാജ്യത്തുടനീളം ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് ഇതിന് 1 നേഷൻ 1 ടാക്സ് എന്ന് പറയും. ഒരു രാജ്യം ഒരു നികുതി. ഇറ്റ് ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. നേരത്തെ നമ്മൾ പറഞ്ഞു ലക്ഷ്യസ്ഥാനം മുൻനിർത്തിയുള്ള, ലക്ഷ്യസ്ഥാനത്തെ അടിസ്ഥാനമാക്കിയുള്ള നികുതിയാണെന്ന്. എന്ന് പറഞ്ഞാൽ
എവിടെയാണോ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗം നടക്കുന്നത്, അന്തിമമായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നത്, ആ പ്രദേശത്തുള്ള നികുതി അധികാരികൾക്കാണ് ഈ GST ഈടാക്കാനുള്ള ബാധ്യത. ചാർജ്ഡ് ഓൺ ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ദ ബെനിഫിറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ്. ഇത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മുകളിൽ ഈടാക്കുന്നു. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ട്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മുകളിൽ ഓരോ ഘട്ടത്തിലും ഈടാക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ടാക്സ് ആദ്യം അടച്ച ടാക്സ് ഒഴിവാക്കി കൊടുക്കും. അത് കുറച്ചിട്ട് ബാക്കി അടച്ചാൽ മതി. അതിനാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നോ സ്കോപ്പ് ഫോർ ലെവി ഓഫ് കേസസ്. ഇവിടെ ലെവി ഓഫ് സെസ്, റീസെയിൽ ടാക്സ്, അഡീഷണൽ ടാക്സ്, ടേൺ ഓവർ ടാക്സ്, ഇങ്ങനെ പലതരം ടാക്സുകൾ ഈടാക്കപ്പെടുന്നില്ല. ഇവിടെ ഒരൊറ്റ ടാക്സ് വരുന്നുള്ളൂ, GST എന്ന് പറയുന്നത്. ഇനി സെസ്, റീസെയിൽ ടാക്സ്, അഡീഷണൽ ടാക്സ്, ടേൺ ഓവർ ടാക്സ് പറഞ്ഞിട്ട് കൂടുതൽ നികുതി ഭാരം ഏൽപ്പിക്കപ്പെടുന്നില്ല. പിന്നീട് അഞ്ചാമത്തെ പ്രത്യേകത സവിശേഷത എന്ന് പറയുന്നത് നോ മൾട്ടിപ്പിൾ ലെവി ഓഫ് ടാക്സ്. ഇവിടെ മൾട്ടിപ്പിൾ ലെവി ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം ഒരു സാധനത്തിൻ്റെ മുകളിൽ തന്നെ ഒരുപാട് നികുതി ഈടാക്കുന്ന സമ്പ്രദായം ഉണ്ടാവുന്നില്ല. മൾട്ടിപ്പിൾ ലെവി ഓഫ് ടാക്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളുടെയും ചരക്കുകളുടെയും സേവനങ്ങളുടെയും മുകളിൽ ഒരുപാട് പ്രാവശ്യം ടാക്സ് ബാധ്യത വരുന്നില്ല. ഒറ്റ ടാക്സ് വരുന്നുള്ളൂ, GST. സച്ചാസ് ഏതൊക്കെ? സെയിൽ ടാക്സ്, വിൽപ്പന നികുതി, എൻട്രി ടാക്സ്, ഒക്ട്രോയി, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ വിനോദ നികുതി, ലക്സറി ടാക്സ്, ആഡംബര നികുതി, ഇങ്ങനെ ഒരുപാട് നികുതികൾ ഒരു സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മുകളിൽ ഈ GST സമ്പ്രദായം വരുന്നതോടുകൂടി ഇല്ലാതെയാവും. GST എന്ന ഒരൊറ്റ നികുതിയെ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് GSTയുടെ മേന്മകൾ എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ടാക്സസ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മേന്മ എന്ന് പറയാൻ നേട്ടം, GSTയുടെ ആവിർഭാവത്തോടുകൂടി ചരക്കുകളുടെയും സേവനങ്ങളുടെയും മുകളിലുള്ള മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ടാക്സസ്, വിവിധ തരം നികുതികൾ നിർത്തലാക്കി. അബോളിഷൻ ഓഫ് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ടാക്സസ് എന്ന് പറഞ്ഞാൽ GSTയുടെ ആവിർഭാവത്തോടുകൂടി ചരക്കുകളുടെയും സേവനങ്ങളുടെയും മുകളിലുള്ള വിവിധ തരം നികുതികൾ, മൾട്ടിപ്പിൾ ടാക്സ് നിർത്തലാക്കിയിട്ടുണ്ട്. GST widens the tax base and increased revenue to central and state governments. GST നികുതി എന്ന് പറയുന്നത് നികുതി അടിത്തറ വികസിപ്പിക്കുകയും കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതും ഇതിൻ്റെ ഒരു മേന്മകളാണ്. GSTയുടെ മേന്മകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, നമ്മൾ പറഞ്ഞു വിവിധ തരം നികുതികൾ ഈടാക്കുന്നത് നിർത്തലാക്കി. രണ്ട്, ഇത് സംസ്ഥാനങ്ങളുടെയും അതുപോലെ കേന്ദ്രത്തിൻ്റെയൊക്കെ വരുമാനം വർദ്ധിപ്പിച്ചു. പിന്നെ GST has removed the cascading effect of taxation, effect on taxation എന്ന് പറഞ്ഞാൽ ടാക്സ് ഓൺ ടാക്സ്, നികുതിയുടെ മുകളിൽ നികുതി ഈടാക്കുന്ന സമ്പ്രദായം, ഇരട്ട നികുതിയുടെ സ്വാധീനം ഈ GST വന്നതോടുകൂടി ഇല്ലാതായി. ഇറ്റ് റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഉൽപ്പാദന ചെലവ് കുറക്കാനും ഈ GST കാരണമായി. അതുപോലെ ഇറ്റ് വിൽ പ്രൊമോട്ട് ദി എക്കണോമിക് എഫിഷ്യൻസി ഓഫ് ദി നേഷൻ, ഇത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത, സാമ്പത്തികമായിട്ടുള്ള എഫിഷ്യൻസി അത് വർദ്ധിപ്പിക്കാൻ ഇത് കാരണമായി. എക്കണോമിക് എഫിഷ്യൻസി വർദ്ധിക്കാൻ ഇത് കാരണമായി. സാമ്പത്തിക കാര്യക്ഷമത എന്ന് പറയാം, അത് വർദ്ധിക്കാൻ ഈ നികുതി GST നികുതി സമ്പ്രദായം ഏർപ്പെടുത്തിയത് അതിന് കാരണമായി. സാമ്പത്തിക കാര്യക്ഷമത വർദ്ധിക്കാൻ കാരണമായി. പിന്നെ ആറാമത്തെ പോയിൻ്റ്, ഹെൽപ്പ് ടു എക്സ്റ്റെൻഡ് കോമ്പറ്റീറ്റീവ് എഡ്ജ് ഓൺ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി കൺട്രി ലീഡിങ് ടു ഇൻക്രീസ്ഡ് എക്സ്പോർട്സ്. ഈ അന്താരാഷ്ട്ര മാർക്കറ്റിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ മത്സരം വർദ്ധിപ്പിക്കാൻ ഈ GST സഹായിച്ചു. ഇന്ത്യയിലുള്ള കമ്പനികൾക്ക് അന്താരാഷ്ട്ര രംഗത്ത് തന്നെ
രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കും അന്തർദേശീയ വിപണിയിൽ മത്സരിക്കാൻ ഈ GST സഹായിച്ചു എന്നാണ് പറയുന്നത്. ഇത്രയുമാണ് GSTയുടെ മേന്മകൾ. ഇനി നമ്മുടെ രാജ്യത്തെ ടാക്സ് ഘടനയാണ്, അതിൻ്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. നികുതികൾ, നമ്മുടെ രാജ്യത്തെ ടാക്സസ് 2 തരം നികുതികളുണ്ട്. ഇൻഡയറക്റ്റ് ടാക്സ്, പരോക്ഷ നികുതികൾ, ഡയറക്റ്റ് ടാക്സ്, പ്രത്യക്ഷ നികുതികൾ. ഈ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് കേന്ദ്രം ഈടാക്കിയിരുന്നത് സർവീസ് ടാക്സ്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, CST പറഞ്ഞാൽ സെൻട്രൽ സെയിൽ ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി. അപ്പോൾ സേവന നികുതി, മലയാളത്തിൽ പറയുകയാണെങ്കിൽ സേവന നികുതി, എക്സൈസ് നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, കസ്റ്റംസ് തീരുവ. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈടാക്കിയിരുന്നത് വാറ്റ് അഥവാ മൂല്യവർദ്ധിത നികുതി, എൻട്രി ടാക്സ്, പ്രവേശന നികുതി, ഒക്ട്രോയ്, ലക്സറി ടാക്സ്, വിനോദ നികുതി, ആഡംബര നികുതി. ഈ നികുതികളൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഈടാക്കിയിരുന്ന ഈ നികുതികൾ മുഴുവൻ റൗണ്ട് ചെയ്ത് കണ്ടു. ആ നികുതികൾ മുഴുവൻ ഒരൊറ്റ നികുതിയാക്കി മാറ്റി. അത് റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? GST കൊണ്ടുവന്നു. ചരക്ക് സേവന നികുതി ഈ 8 നികുതികൾക്കും ഈ സെൻട്രലും സ്റ്റേറ്റും കേന്ദ്രവും സംസ്ഥാനവും വാങ്ങിയിരുന്ന ഈ നികുതികളൊക്കെ ഒഴിവാക്കിയിട്ട് അതിന് പകരമാണ് GST കൊണ്ടുവന്നത്. ഇനി ഡയറക്റ്റ് ടാക്സ് അറിയുന്നത്, പ്രത്യക്ഷ നികുതി അറിയുന്നത് നമ്മുടെ ആളുകളുടെ അടുത്തു നിന്ന്, ഓരോ വ്യക്തിയുടെ അടുത്തുനിന്നും വരുമാന നികുതി പിരിക്കുന്നുണ്ട്, ഇൻകം ടാക്സ്. അത് ഡയറക്റ്റ് ടാക്സാണ്. ഈ ഇൻഡയറക്റ്റ് ടാക്സുകൾ, പരോക്ഷ നികുതികളാണ്. ഒരുപാട് നികുതികൾ, പരോക്ഷ നികുതികളുണ്ടായിരുന്നു. എല്ലാറ്റിനും പകരമായിട്ടാണ് GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൊണ്ടുവന്നത്. ഇനി ഇന്ത്യയിലെ GST ഈടാക്കുന്ന രീതി നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ്. ഒന്നുകൂടി അത് ഇവിടെ ചാർട്ട് രൂപത്തിൽ കാണുന്നുണ്ട്. അത് GST എന്ന് പറഞ്ഞാൽ ചരക്ക് സേവന നികുതി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് 2 ഉണ്ട്. ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെൻറ്റ്, സംസ്ഥാനത്തിനകത്തുള്ള ചരക്ക് സേവന നീക്കം, സംസ്ഥാനത്തിനകത്ത് ചരക്ക് ഗുഡ്സ് ആൻഡ് സർവീസ് വിൽപ്പന എടുക്കുകയാണെങ്കിൽ. രണ്ടാമത്തെ ഇൻ്റർ സ്റ്റേറ്റ്, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ചരക്ക് സേവന നീക്കം ഉണ്ടാകുകയാണെങ്കിൽ. ഇൻട്രാ സ്റ്റേറ്റിൽ സംസ്ഥാനത്തിനകത്തുള്ളതാണ് ഉണ്ടെങ്കിൽ അവിടെ CGSTയും SGSTയും, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഈ 2 ചുമത്തുന്നത്. CGST ആരാണ് ചുമത്തുന്നത്? ലെവീഡ് ബൈ ദി സെൻറ്റർ. SGST ഈസ് ലെവീഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്, സംസ്ഥാനം ചുമത്തുന്നത്. ഇനി IGST കേന്ദ്രവും സംസ്ഥാനവും സംയുക്തമായി ചുമത്തുന്നതാണ്. IGST ലെവീഡ് ബൈ ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് കൺകറൻ്റ്ലി. സംസ്ഥാനവും അതുപോലെ കേന്ദ്രവും സംയുക്തമായിട്ട് ചുമത്തുന്നതാണ് IGST. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട് നോക്കി വായിച്ച് കൃത്യമായി മനസ്സിലാക്കി ക്ലാസ് കേൾക്കുക. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഓൺലൈൻ ടെസ്റ്റ് ചെയ്യാം.